പ്രതിഭ എം.എൽ.എയുടെ മകൻ കനിവിനെതിരായ കഞ്ചാവ് കേസിനെ നിസാരവൽക്കരിച്ച് സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. കുട്ടികളായാൽ കമ്പനിയടിക്കും, പുകവലിക്കും എന്ന് സജി ചെറിയാൻ പറയുന്നു. ആരാണ്ട് വന്ന് പിടിച്ചു, വലിയ മഹാ അപരാധം ചെയ്തതുപോലെയാണ് പറയുന്നത്. മോശപ്പെട്ട കാര്യം ചെയ്തതെന്ന് ഒരു കേസിലുമില്ല. ആ എഫ്ഐആർ താൻ വായിച്ചു നോക്കിയതാണെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഞാൻ സിഗരറ്റ് വലിക്കും, MT കെട്ടുകണക്കിന് ബീഡി വലിക്കുമായിരുന്നു എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കുട്ടികൾ കൂട്ടുകൂടത്തില്ലേ? ഒരു വർത്തമാനം പറഞ്ഞു, ആരാണ്ട് വന്ന് പിടിച്ചു. ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തെന്നൊന്നും ഒരു കേസിലും ഇല്ല. ഞാനും പോലിക്കുന്നതാണ് വല്ലപ്പോഴും റിസൾട്ട് പേടിയെന്ന് പറയുന്നു. പണ്ട് ജയിലിൽ കിടന്ന് പഠിച്ചതാണ്. പുക വലിച്ച് FIR എഴുതി, ആയിക്കോട്ടെ, അതിന് ജാമ്യമില്ലാത്ത വകുപ്പ് നേടുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളല്ല, അവരാരെങ്കിലും ഒന്ന് വർത്താനം പറഞ്ഞ അവിടെ ഇരുന്നു. നമ്മളാരും പിന്നെ കുഞ്ഞുങ്ങളല്ല അതിലേക്ക് വന്നത്. ഈ ഇരിക്കുന്നവരല്ല, ഓരോരുത്തരും അവർ കാണിച്ച പണി കൂടെ കൂട്ടി വെച്ചാൽ എത്ര പുത്തം എഴുതാൻ പറ്റും? എന്തെല്ലാം കൊച്ചു കുട്ടികളല്ലേ, അവർ കമ്പനി അടിക്കും, വർത്താനം പറഞ്ഞ് ചിലപ്പം ഒരു വലിച്ച അതിനെന്താ വലിച്ച ശരിയാണെന്നല്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ്, അത് വേറെ ഉപേക്ഷിക്കാം. വലിയൊരു മഹാപരാധമാണ്. കുഞ്ഞുങ്ങൾ പോളിടെക്നിക് പഠിക്കും. പ്രതിഭ എം.എൽ.എ വേദിയിലിരുത്തിയായിരുന്നു മന്ത്രിയുടെ ന്യായീകരണം. കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് ഐഷ മാത്യു ചേരുകയാണ്. മനീഷ്, ഇത് കഞ്ചാവ് കേസിനെ കുറിച്ചാണ് മന്ത്രി ഇങ്ങനെയൊക്കെ പറയുന്നത്? രുചീഷ്, തീർച്ചയായും ഇന്നലെ കായംകുളത്ത് നടന്ന S. വാസുദേവൻപിള്ള രക്തസാക്ഷി ദിനത്തിനോടനുബന്ധിച്ചാണ് ഇത്തരത്തിലൊരു പരാമർശം. അതായത് വളരെ രീതിയിൽ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് കഞ്ചാവ് വലിക്കുന്നതിനെ പിന്തുണച്ചുകൊണ്ടും സജി ചെറിയാൻ മന്ത്രി പ്രതിഭ എം.എൽ.എ സ്റ്റേജിൽ എത്തിക്കൊണ്ട് തന്നെ സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് FIR ഞാൻ വായിച്ചതാണ്, അതിനകത്ത് പുക വലിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അത് വലിയൊരു അപരാധമാണോ, താനും പുക വലിച്ചിട്ടില്ലേ എന്നുള്ളതാണ് മന്ത്രിയുടെ ചോദ്യം. പക്ഷേ FIR-നകത്ത് വളരെ വ്യക്തമായി കഞ്ചാവ് പിടികൂടിയെന്നും കഞ്ചാവിനോടൊപ്പം തന്നെ കഞ്ചാവിന്റെ മിശ്രിതമായിട്ടുള്ള ഒരു ലായനി പിടികൂടിയെന്നും അതിനോടൊപ്പം തന്നെ ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്ന ബോംബ് പോലത്തെ ഒരു ഉപകരണം, ഈ നിർമ്മിക്കുന്ന ഒരു ബോംബ് പോലത്തെ ഉപകരണം എല്ലാം പിടിച്ചു എന്നുള്ള കാര്യം വളരെ വ്യക്തമായി FIR-ൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നിട്ടും സജി ചെറിയാൻ ചോദിക്കുന്നത് ഒരു പുക വലിക്കുന്നത് വലിയൊരു അപരാധമാണോ, കുട്ടികൾ കൂടുമ്പോൾ പുക വലിക്കില്ലേ എന്നുള്ള തരത്തിലേക്കാണ് സംസാരിക്കുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രതിഭ എം.എൽ.എ മാധ്യമങ്ങൾക്കെതിരെ വലിയ രീതിയിൽ അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രതിഭ എം.എൽ.എ മാത്രമല്ല, അതായത് സൈബർ രംഗത്തെല്ലാം തന്നെ വലിയ രീതിയിൽ മാധ്യമങ്ങൾക്കെതിരെ ആക്ഷേപവും അധിക്ഷേപവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അപ്പോഴും ഈ കേസ് വ്യക്തമായിരുന്നു. അത് FIR ഇട്ടതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലായിരുന്നു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നത്. FIR-ൽ വ്യക്തമാക്കിയിട്ടും ഉണ്ടായിരുന്നു കഞ്ചാവ് വലിച്ചതിനാണ് ഈ കുട്ടികളെ പിടികൂടിയതെന്നും ഇവരുടെ കയ്യിൽ നിന്ന് 3 ഗ്രാം വരുന്ന കഞ്ചാവ് കണ്ടെടുത്തെന്നും അതിനോടൊപ്പം തന്നെ ഈ കഞ്ചാവിന്റെ മിശ്രിതം കണ്ടെത്തി എന്നുള്ള കാര്യം വ്യക്തമായി FIR രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷെ അപ്പോഴും നിലവിൽ അതിനെ വലിയ രീതിയിൽ ന്യായീകരിക്കുന്ന കാഴ്ചയാണ് ഇന്നലെ കായംകുളത്തും കാണാൻ കഴിഞ്ഞത്. സജി ചെറിയാൻ വളരെ നിസ്സാരവൽക്കരിച്ചാണ് ഇതിനെപ്പറ്റി സംസാരിച്ചത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ കുട്ടികളൊക്കെ കൂടിയിരിക്കുമ്പോൾ പുക വലിക്കുന്നതല്ലേ, ഞാനും പണ്ട് വലിച്ചിട്ടുള്ള തരത്തിലേക്ക് കഞ്ചാവ് വലിക്കുന്നതിനെ കേവലം ഒരു പുക വലിക്കുന്നതുമായി മാത്രമാക്കിയാണ് നിസ്സാരവൽക്കരിച്ച സജി ചെറിയാൻ പ്രതിഭ എം.എൽ.എയുടെ മകൻ കനിവിനെ പിന്തുണച്ചിട്ടുള്ളത്. ശരി മനീഷ്, എന്തായാലും യുവജനകാര്യ വകുപ്പ് കൈയാളുന്ന മന്ത്രിയാണ്, സാംസ്കാരിക മന്ത്രിയാണ്. ഇത്തരത്തിൽ യുവാക്കൾ കഞ്ചാവിലേക്കൊക്കെ പോകുന്നത് തടയേണ്ട ഒരു മന്ത്രിയാണ് അത്തരത്തിലൊരു കേസിനെ പരസ്യമായി ന്യായീകരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മനീഷ് ഐഷ മാത്യു.